ഹായ് ഫ്രണ്ട്സ്, സെറ്റ് എക്സാം ജാനുവരി 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. 116th ക്വസ്റ്റ്യൻ മുതൽ 119th ക്വസ്റ്റ്യൻ വരെ കോസ്റ്റിങ്ങിൽ നിന്നുള്ള ആ ഏരിയയിൽ നിന്നുള്ള പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആൻസർ ക്വസ്റ്റ്യൻസ് ഫ്രം 116 to 119 യൂസിങ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്. സെയിൽസ്, ടോട്ടൽ കോസ്റ്റ്, അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇയറിലും സെക്കൻഡ് ഹാഫ് ഇയറിലും ഡീറ്റെയിൽസ് ഉണ്ട്. പർട്ടിക്കുലേഴ്സായിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് ഇയറിലെ ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്. സെയിൽസും ടോട്ടൽ കോസ്റ്റും മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സെയിൽസ് ഫസ്റ്റ് ഹാഫിൽ 45,000, സെക്കൻഡിൽ 50,000, ടോട്ടൽ കോസ്റ്റ് 40,000, സെക്കൻഡ് ഹാഫിൽ 43,000. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ. ഇനി 116th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് പി വി റേഷ്യോ. നമുക്ക് ചോദിച്ചിട്ടുള്ള പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇവിടെ നമുക്ക് സെയിൽസും ടോട്ടൽ കോസ്റ്റും മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ 2 ഇയർ ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഇവിടെ വേരിയബിൾ കോസ്റ്റ് ആയിട്ട് തന്നിട്ടില്ല, ടോട്ടൽ കോസ്റ്റും സെയിൽസും മാത്രമേ തന്നിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ പി വി റേഷ്യോ കാണാനായിട്ടുള്ള ഇക്വേഷൻ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ വരുന്നത്. സെയിൽസും ടോട്ടൽ കോസ്റ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് കണ്ടെത്താം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലെയും പ്രോഫിറ്റ് കണ്ടെത്തണം, എന്നാലാണ് അവിടെ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഉണ്ടോ. അതുപോലെ സെയിൽസും എന്താണ്, 2 ഇയറിലെ സെയിൽസിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻക്രീസ് ഇൻ സെയിൽസും അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ്. സെയിൽസ് നമുക്കറിയാം ഫസ്റ്റ് ഹാഫിലാണ് കേട്ടോ ആദ്യം കണ്ടെത്തുന്നത്. ഫസ്റ്റ് ഹാഫിലെ സെയിൽസ് 45,000 ആണ്, ടോട്ടൽ കോസ്റ്റ് 40,000. അപ്പോൾ പ്രോഫിറ്റ് വരുന്നത് 5,000. ഓക്കെ, ഇനി പ്രോഫിറ്റ് ഫോർ സെക്കൻഡ് ഹാഫ് കാണാം. സെക്കൻഡ് ഹാഫിൽ സെയിൽസ് വരുന്നത് 50,000, ടോട്ടൽ കോസ്റ്റ് 43,000 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. 50,000 മൈനസ് 43,000. സെക്കൻഡ് ഹാഫിലെ പ്രോഫിറ്റ് 7,000 ആണ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻക്രീസ് ഇൻ സെയിൽസ് ഇൻറ്റു 100 ആണ് അല്ലേ? അപ്പോൾ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് കാണാം. അതായത് ഒരു ഇയറിലെ ഫസ്റ്റ് ഹാഫിലുള്ള പ്രോഫിറ്റും കണ്ടു, സെക്കൻഡ് ഹാഫിലുള്ള പ്രോഫിറ്റും നമ്മൾ കണ്ടെത്തി. അപ്പോൾ നമുക്ക് അറിയാം 7,000 5,000-നേക്കാളും ഇൻക്രീസ് ചെയ്തിട്ട് 7,000 ആണ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ളത്. സോ ദർ ഈസ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്. 7,000 മൈനസ് 5,000 2,000 ആണ് ഇൻക്രീസ്. ഇനി നമുക്ക് വേണ്ടത് ഇൻക്രീസ് ഇൻ സെയിൽസ് ആണ്. ഇൻക്രീസ് ഇൻ സെയിൽസ് നമുക്കിവിടെ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ഹാഫിൽ 45,000-ഉം സെക്കൻഡ് ഹാഫിൽ 50,000-ഉം ആണ് അല്ലേ? അപ്പോൾ അവിടെ എന്ത് വന്നിട്ടുണ്ട്? ഇൻക്രീസ് ഇൻ സെയിൽസ് 5,000 വന്നിട്ടുണ്ട്. 50,000 മൈനസ് 45,000, 5,000 ഇൻക്രീസ്. ഇനി നമുക്ക് പി വി റേഷ്യോയുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻക്രീസ് ഇൻ സെയിൽസ് ഇൻറ്റു 100 ആണ് ഇക്വേഷൻ വരുന്നത്. നമ്മൾ ഓൾറെഡി ഇത് രണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. 2,000 ഡിവൈഡ് ബൈ 5,000 ഇൻറ്റു 100 ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 40% ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഫിക്സഡ് കോസ്റ്റ് ഫോർ ദ ഫുൾ ഇയർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫിക്സഡ് കോസ്റ്റ് കാണാനായിട്ട് കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്, കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫിക്സഡ് കോസ്റ്റ് കിട്ടും. കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ ആണ്. ഇക്വേഷൻ അറിയാത്തവർ അത് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. കോൺട്രിബ്യൂഷൻ ഈക്വൽ സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. നമുക്ക് സെയിൽസ് അറിയാം. ഫസ്റ്റ് ഹാഫിൽ തന്നെ ആദ്യം നോക്കാം. സെയിൽസ് അറിയാം നമുക്ക് 45,000 ആണ് സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു 40%. നമുക്ക് ആൻസർ വരുന്നത് 18,000 ആണ്. ഇനി നമുക്ക് അറിയാം പ്രോഫിറ്റ് ഓഫ് ദ പീരീഡ്. നമുക്ക് പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ കണ്ടെത്തി. ഫസ്റ്റ് ഹാഫിലെ പ്രോഫിറ്റ് നമ്മൾ കഴിഞ്ഞ 116th പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടെത്തി. പ്രോഫിറ്റ് 5,000 ആണ്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 18,000 മൈനസ് പ്രോഫിറ്റ് 5,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 13,000 കിട്ടും. ഈ 13,000 എന്ന് പറയുന്നത് ഏതിലെയാണ്? ഫസ്റ്റ് ഹാഫിലെ ഫിക്സഡ് കോസ്റ്റ് ആണ് അല്ലേ? ഫസ്റ്റ് ഹാഫിലെ ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫുൾ ഇയറിലെ ഫിക്സഡ് കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ്. ഫിക്സഡ് കോസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ 13,000 ആണെങ്കിൽ ഫിക്സഡ് ആണല്ലേ ഫിക്സഡ് കോസ്റ്റ്. സെക്കൻഡ് ഹാഫിലും തന്നെയായിരിക്കും 13,000 തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റു 2 ചെയ്താലും മതി. 13,000 പ്ലസ് 13,000 26,000 ആണ് ആൻസർ വരുന്നത്. നമുക്ക് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, 26,000. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ഇസ് ബ്രേക്ക് ഈവൻ സെയിൽ 118th ക്വസ്റ്റ്യൻ ആണ്. ബ്രേക്ക് ഈവൻ സെയിൽ കാണാനുള്ള ഇക്വേഷൻ വരുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണ്. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു 26,000. ഇനി പി വി റേഷ്യോ നമുക്കറിയാം 40%. 26,000 ഡിവൈഡ് ബൈ 40% ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 65,000 കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആൻസർ വരുന്നത് 65,000. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 119th ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി ഇറ്റ്സ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ്. ഇക്വേഷൻ അറിയാത്തവർ ബൈ ഹാർട്ട് ചെയ്യണം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇനി നമുക്ക് സെയിൽസ് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ 2 ഹാഫായിട്ടാണ് നമുക്ക് സെയിൽസ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിലേത് 45,000ഉം സെക്കൻഡ് ഹാഫിലേത് 50,000ഉം ആണ്. അപ്പോൾ ടോട്ടൽ സെയിൽസ് കാണാൻ 95,000. ഇനി ബ്രേക്ക് ഈവൻ സെയിൽസ് നമ്മൾ ഓൾറെഡി ഇവിടെ 118th ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് 65,000. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്. 95,000 മൈനസ് 65,000. ആൻസർ വരുന്നത് 30,000 ആണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 30,000. 95,000ൽ നിന്ന് 65,000 ലെസ് ചെയ്യുമ്പോൾ 30,000 കിട്ടും. മാർജിൻ ഓഫ് സേഫ്റ്റി 30,000. ഓക്കെ. Thank you friends. By your commerce mentor Nina.